my lovely subscribers, it's me Anamika and today's video is an aesthetic desk makeover. So ആദ്യം തന്നെ ഡെസ്ക് ക്ലീൻ ചെയ്തെടുക്കാം. എന്നിട്ട് ഓൾറെഡി ഒട്ടിച്ചിട്ടുള്ള ഈ ഒരു ടേബിൾ സ്റ്റിക്കർ റിമൂവ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് ഓൾറെഡി ചെയ്തിട്ട് ഏകദേശം 1 year ആയി. അപ്പോൾ ഈ മേക്ക് ഓവറിൻ്റെ വീഡിയോ ചാനലിലുണ്ട്, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ചെക്കൗട്ട് ചെയ്ത് നോക്കാൻ മറക്കണ്ട. ടേബിൾ അങ്ങനെ ക്ലീനായി കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ സറൗണ്ടിങ്സും കൂടെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് ഈ ഒരു പുതിയ പ്ലെയിൻ വൈറ്റ് ആയിട്ടുള്ള ടേബിൾ സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുക്കാം. Now it's unboxing time. രണ്ട് മൂന്ന് ദിവസം മുന്നേ ആമസോണിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന കുറച്ച് പ്രോഡക്റ്റ്സാണ് വന്നത് കേട്ടോ. പേനയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ അതിലാകെ വീണ് കിടക്കുമായിരുന്നു. ഫസ്റ്റ് നമുക്ക് ഈ ഒരു പൗച്ച് നോക്കാം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഞാൻ ഓർഡർ ചെയ്തത് ഈ ഒരു കളറല്ലായിരുന്നു. പിന്നെ അതിൻ്റെ ആ ഒരു മെറ്റീരിയൽ ഇങ്ങനത്തെയാണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് എന്തായാലും ഇതങ്ങനെ കാണിക്കുന്നില്ല. ഞാൻ റിട്ടേൺ കൊടുത്ത ഒരു സാധനമാണ്. വേണമെന്നുള്ളവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ടാവും, ചെക്കൗട്ട് ചെയ്ത് നോക്കാം കേട്ടോ. ഓർഡർ ചെയ്ത പെൻസൊക്കെ അതിനകത്ത് വീണെടുക്കാൻ പറഞ്ഞില്ല, അതൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് ഇങ്ങനെ എടുത്തു കേട്ടോ. അതൊരു 10 പേന വരുന്നൊരു ജെൽ പെന്നിൻ്റെ ഒരു സെറ്റായിരുന്നു, ബ്ലൂ കളർ. അത് ബൈ അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ ഈ അൺബോക്സ് ചെയ്യുന്നത് ഒരു ഓർഗനൈസറാണ് കേട്ടോ. സ്റ്റേഷനറി, ഓഫീസ് ഐറ്റംസും ഓർ നിങ്ങളുടെ കോസ്മെറ്റിക് ആയിട്ടുള്ള മേക്കപ്പ് പ്രോഡക്ട്സും കാര്യങ്ങളും എല്ലാം ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ളൊരു സാധനമാണ്. പിന്നെ ഫ്രീഡം സെയിൽ ആമസോണിൽ നടക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഓഫർ ഉണ്ടായിരുന്നു. ഞാൻ 179 റുപ്പീസിനാണ് ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. 179 റുപ്പീസിനെന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഇറ്റ്സ് വർത്ത് ഇറ്റ് ബൈയിങ് ആയിരുന്നു കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ. അടിപൊളിയായിട്ടുള്ളൊരു പ്രോഡക്റ്റായിരുന്നു. നേരത്തെ കാണിച്ചില്ലേ ഒരു പൗച്ച്, അതിന് വന്നിട്ട് 288 റുപ്പീസായിരുന്നു കേട്ടോ. പക്ഷെ ഇതിനെയൊക്കെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ 288 റുപ്പീസിന് ഞാൻ മേടിച്ച പൗച്ച് അട്ടർ വേസ്റ്റ് ആയിരുന്നു. ഓർഡർ ചെയ്ത ആ ഒരു കളറിലുള്ള സാധനമല്ല വന്നത്. പിന്നെ അതിൻ്റെ മെറ്റീരിയൽ എനിക്കൊട്ടും ഇഷ്ടമായതുമില്ല കേട്ടോ. പക്ഷെ അത് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ദിസ് ഈസ് ദ ബെസ്റ്റ് പ്രോഡക്റ്റ്. ഗോ ഫോർ ഇറ്റ് ഗൈസ്, വർത്ത് ഇറ്റ് ബൈയിങ് ആണ്. ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും കേട്ടോ. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഞാൻ വെറുതെ ഇങ്ങനെ വെച്ച് കാണിച്ചതാണ്. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് കേട്ടോ. അതിൽ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ മാത്രം ഒരു വീഡിയോ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പിന്നെ ചെയ്യാം കേട്ടോ. ടേബിൾ കവർ അത്യാവശ്യം അടിപൊളിയായിരുന്നു. അത് നല്ലൊരു ഗ്ലോസി ഫിനിഷാണ്, എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ ടേബിളിൻ്റെ ആ ഒരു മോൾ ഭാഗം മാത്രമേ കവർ ചെയ്തിട്ടുള്ളൂ, ബാക്കി താഴോട്ടൊന്നും കവർ ചെയ്തിട്ടില്ല കേട്ടോ. ടേബിൾ അങ്ങനെ സെറ്റായി. അപ്പം ഇത്രയും നേരം ബുക്സ് വായിച്ചിട്ട് ഇന്നത്തെ വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യാണ്. അപ്പോൾ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ, ടേക്ക് കെയർ.